എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഷെഫ് അറ്റ് ഹോം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് മാറ്റാം. സ്വീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് സ്വീറ്റ് ആക്കി മാറ്റാം. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയിട്ട് അങ്ങനെ സ്പൈസി ആയിട്ട് നമുക്കിത് കഴിക്കാം. പിന്നെ ഇത് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇത് തന്നെ മാത്രമായിട്ട് കഴിക്കാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ് ടൊമാറ്റോ റൈസ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് ബോയിൽ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു 350 ഗ്രാമോളം റൈസ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് റൈസാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 പേർക്ക് മാക്സിമം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന റൈസ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ നല്ല രീതിയിൽ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ മാക്സിമം 3/4 മണിക്കൂർ നമ്മളിതിനെ കുതിർക്കാൻ വയ്ക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്യുകയാണ്. കുതിർന്നതിന് ശേഷം വാഷ് ചെയ്താൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ ജസ്റ്റ് അതിനെ വളരെ പതുക്കെ നമ്മൾ സാധാരണ കേരള റൈസ് കഴുകും പോലെ കഴുകി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ പതുക്കെ 2-3 പ്രാവശ്യമായിട്ട് നല്ല രീതിയിൽ നമ്മളിതിനെ കഴുകി മാറ്റാണ്. ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റാണ്. അപ്പോൾ നമ്മൾ റൈസ് തയ്യാറാക്കാനുള്ള വെള്ളം തിളച്ചു. ശരിക്കും തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാവുള്ളൂ. അതിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് റൈസ് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ കുതിർത്തി മാറ്റി നല്ലോണം വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് വേവ് മാക്സിമം മതിയാവും. 15-20 മിനിറ്റ് മാക്സിമം. ശരിക്കും കുതിർന്ന റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. ഇനി ഇതിലേക്ക് 2 പീസ് നാരങ്ങ. നമുക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തിടാം. നാരങ്ങ ഇട്ടില്ലാന്ന് വെച്ചും കുഴപ്പമില്ല. നല്ല വൈറ്റ് കളർ കിട്ടും. നാരങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ എല്ലാ അഴുക്കുകളെല്ലാം പോയി നല്ല ഫിനിഷിംഗ് കൂടി കിട്ടും. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇത് നമുക്ക് അടച്ച് വെക്കാണ്ടോ അടച്ച് വെച്ചിട്ടോ ബോയിൽ ചെയ്യാം. മാക്സിമം ഒരു 10-15 മിനിറ്റിനുള്ളിൽ റൈസ് ആവും. സാധാരണ റൈസ് പോലെ ഒരുപാട് ടൈം വേണ്ടി വരില്ല. സാധാരണ കേരള റൈസ് പോലെ ഒരുപാട് ടൈം വേണ്ടി വരില്ല. ഇത് നമ്മൾ ജസ്റ്റ് കയ്യിലെടുത്ത് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് പോകുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമ്മളിതിനെ വേവിച്ച് മാറ്റുന്നത്. നമ്മൾ കോരി മാറ്റിയാലും ആ ഒരു ആവിയിലും ഇതിരുന്നാവും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഇത് വെന്തോ നോക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ റൈസ്. ഓവർ ഇതായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കിയാലും അത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടെക്സ്റ്റിൽ വേണം എടുക്കാൻ റൈസ് തയ്യാറാക്കാനായിട്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക്. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സാമ്പാർ ദാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള. ഒരു സവാളയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. അല്പം ഉപ്പ്. അത് നല്ല രീതിയിൽ സോട്ട് ചെയ്തിട്ട് നമ്മൾ അധികം ബ്രൗൺ കളർ ആക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ് നമ്മൾ. അതിൻ്റെ ജസ്റ്റ് ഒരു പച്ചക്കുത്തിൽ പോയതിന് ശേഷം നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. നമുക്ക് തക്കാളി നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ കുറച്ച് പുളിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളിതിന് ശേഷം മാത്രമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. വളരെ ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ കട്ട് ചെയ്യാം, സ്ലൈസ് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ ചെറിയ പീസായിട്ട് സവാളയും തക്കാളിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏത് അഡീഷണൽ ഫ്ലേവർ എന്ത് വേണോ, ജീരകത്തിൻ്റെ പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ഇതിപ്പോൾ നമ്മൾ അല്പം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നല്ല ഫ്ലേവറും ആയിരിക്കും, നല്ല ഗ്ലേസിങ്ങും ആയിരിക്കും റൈസിന്. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം. നമുക്ക് അഡീഷണലായിട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.